ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്നൊരു Q&A ആയിട്ടാണ് വന്നത്. അപ്പം നമ്മളിത് ഒരു Q&A ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി Q&Aൻ്റെ ഒരു പോസ്റ്റ് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. അപ്പം അത് നോക്കുന്നത് അവിടെ വർക്ക് ഉണ്ട് കേട്ടോ വരുന്നു. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഞാനത് പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്താണ് നമ്മൾ ട്രിപ്പിന് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു 1 വീക്ക് എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ പോയി. അപ്പം രാഹുൽ കൂടെ ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ കുറേ ഡിലേ ആയതാട്ടോ. അപ്പം നമുക്ക് വേഗം ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്കിത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം എവിടെ നിന്ന് തുടങ്ങണം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ദേവിക VP ആണ്. ലവ് സ്റ്റോറി പറയാവോന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ക്വസ്റ്റ്യൻ അല്ല. അപ്പം അത് ക്വസ്റ്റ്യൻ അല്ല, ലവ് സ്റ്റോറി പറയാവോന്ന് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കതൊരു വേറൊരു വീഡിയോ നമ്മൾ എന്തായാലും എടുക്കാം. ഇതിൽ നമുക്ക് പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ നമുക്കത് പറ്റില്ല. അപ്പം അതുകൊണ്ട് ഒരുപാട് ടൈം അങ്ങനെ പോകുന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പ്രമീള ശശികുമാറാണ്. കുറച്ച് ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചേച്ചിയുടെ ഏജ് എന്താന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ ഏജ് 25 ആണ്. അപ്പം ഏജ് 25 ആണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലവ് ഓർ അറേഞ്ച്ഡ് മാരേജ് ആണ്. നമ്മളത് ലവ് മാരേജ് ആണ്. നമ്മളത് ലവ് മാരേജ് ആണ്. ആൻഡ് ഇതിന്റെ എത്ര ഇയേഴ്സ് ആയി? നമ്മളൊരു 6 years ആയി. 2019 തുടങ്ങിയിട്ടുള്ളതാണ്. 6 years ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചേട്ടന്റെ നെയിം ആൻഡ് ചേട്ടൻ എന്ത് ചെയ്യുന്നു എന്നാണ്. പറഞ്ഞു. എൻ്റെ പേര് രാഹുൽ എന്നാണ്. ഞാൻ ഒരു ഓസ്ട്രേലിയൻ കമ്പനിയിൽ ടെക് സപ്പോർട്ടിൽ വർക്ക് ചെയ്യാണ്. കറന്റ് വർക്ക് ഫ്രം ഹോം ആണ്. അതുകൊണ്ടാണ് അവിടെ ഇപ്പോഴത്തെ സൈഡിൽ ഫോൺ വെച്ചിട്ടുണ്ട്. വർക്ക് വരുമ്പോൾ അതാ നോക്കുന്നത്. നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരൊക്കെയുണ്ട് രണ്ടാളുടെ വീട്ടിൽ? സോ എൻ്റെ വീട്ടിൽ അച്ഛനമ്മ അനിയത്തി. ഇവിടെ എൻ്റെ അച്ഛനമ്മ ഒറ്റമോനാണ്. ഒറ്റമോൻ. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ ആണ് അനിയത്തി എന്ത് ചെയ്യുന്നു? എൻ്റെ അനിയത്തിനെ കുറിച്ചായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. എൻ്റെ അനിയത്തി ഇപ്പം 10th സ്റ്റാൻഡേർഡിലായിട്ടുണ്ട്. അതാണ് അത്. പിന്നെന്താ, ആൻഡ് ലവ് യു ചേച്ചിക്കുട്ട, ഡു മോർ വീഡിയോസ് ആൻഡ് ലവ് യു വീഡിയോസ് മറ്റുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത് നമ്മൾ അഗെയിൻ വേറൊരാള് സുജിത് പാപ്പൻ ലവ് സ്റ്റോറി പറയാമോ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് 2 പേരുടെയും ജോലി, പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? സഹോദരൻ സഹോദരി. നേരത്തെ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 പേരുടെയും ജോലി, പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? സഹോദരൻ സഹോദരി എന്നാണ്. അപ്പം നമ്മൾ നേരത്തെ ചോദിക്കാതെ തന്നെ അതിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ വീട്ടിൽ സിബ്ലിങ്സ് ഒന്നുമില്ല, ഒറ്റ മോനാണ്. പിന്നെ അച്ഛനമ്മയുള്ളൂ. പിന്നെ 2 പേരുടെയും ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കല്യാണത്തിന് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കല്യാണത്തിന് ശേഷം ഇപ്പം വർക്ക് ചെയ്തിട്ടില്ല, എനിക്ക് കയറണം. ആൻഡ് നേരത്തെ പറഞ്ഞതാണല്ലോ. ഓക്കെ, പിന്നെ ഹൗ മെനി ഇയേഴ്സ് ഓഫ് ലവ് ചേച്ചിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അൺനോൺ അങ്ങനെ അതിൻ്റെ പേര്. നമ്മൾ 6 years ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്ത റിയോമി. വേറൊരു ആളെ പേര് വന്നിട്ട് റിയോമി എന്തോ ചൈനീസ്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ ഫേവറേറ്റ് പ്ലേസ് ആണ്. എൻ്റെ ഫേവറേറ്റ് പ്ലേസ് പാരീസ്. കൂടെ ഉണ്ട്. പാരീസ്, പിന്നെ റോം, ഇറ്റലി. അല്ല പാരീസും പിന്നെ കൊറിയ, സൗത്ത് കൊറിയ. പിന്നെ എനിക്ക് ഒന്നും കൂടി ഇഷ്ടമുള്ളതുണ്ട് ജപ്പാൻ. പോണെന്ന് ആഗ്രഹമുള്ള 3 സ്ഥലങ്ങളുണ്ട്. എന്താ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് തന്നെ നിന്റെ ഫേവറേറ്റ് പ്ലേസ് ആണോ? എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ഞാൻ പറഞ്ഞല്ലേ, ഇത് മയാമി.
നെക്സ്റ്റ് ഇട്ടിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് മെമ്മറി വിത്ത് ഈച്ച് അതർ ദാറ്റ് യു കനോട്ട് ഫോർഗെറ്റ് ബിസൈഡ്സ് യുവർ വെഡിങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെഡിങ് കൂടാതെ നമ്മൾ ഏതായിരിക്കും ആ മെമ്മറി? എനിക്ക് വന്ന് ഞാൻ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത് ഫസ്റ്റ് അഫെയർ ആയിട്ട് നമ്മള് കണ്ണൂരിൽ നിന്നല്ലേ റിങ് പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യാണ്ട് എക്സ്പെക്ട് ചെയ്യാതെ പ്രപ്പോസ് അല്ല ഫസ്റ്റ് എക്സ്പെക്ട് ചെയ്യാതെ ഒരു സമയത്ത് റിംഗ് ഒക്കെ വന്നിട്ട് എനിക്ക് കയ്യിലിട്ടാന്നുണ്ടായിരുന്നു. അത് അത് നല്ലൊരു അതന്നെയാണ് നമുക്കും മെമ്മറബിൾ ആയിട്ടുള്ള. എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് കണ്ടത് ഫോക്കസ് മാളും നമ്മള് ഇതുവരെ ചാറ്റിംഗ് മാത്രം ഉണ്ടായി, പിന്നെ പെട്ടെന്ന് ഫസ്റ്റ് നമ്മൾ കണ്ടു. ആ ഒരു ദിവസം നമ്മൾ ഒരിക്കലും മറക്കില്ലല്ലോ, നമ്മൾ ഫസ്റ്റ് കണ്ടല്ലേ. അപ്പം അത് ഉണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ സതി ദേവി മണിയാണ്. സെയിം ലവ് സ്റ്റോറി പറയാവോ, കേൾക്കാൻ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒരു പ്രളയകാലത്ത് നടന്ന സംഭവമാണ്. ഒരു ഫ്ലഡിന്റെ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അത് നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യാം. അപ്പം അതാണ്. നെക്സ്റ്റ് അനാമിക എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ചോദിച്ചത്, ചേച്ചി ചേട്ടനും എന്താ പഠിച്ചത്, കോളേജ് എവിടെയായിരുന്നു, ആൻഡ് നിങ്ങൾ എങ്ങനെ മീറ്റ് ചെയ്തു എന്നതാണ് പറഞ്ഞത്. സോ ചേച്ചി ചേട്ടൻ എന്താ പഠിച്ചത് എന്ന് പറഞ്ഞാൽ ഞാൻ BSc MLT ആണ് പഠിച്ചത്. ഞാൻ ബിടെക് ആണ് പഠിച്ചത്. അപ്പം ഞാൻ പരിയാരം മെഡിക്കൽ കോളേജ്, കണ്ണൂരുള്ള പരിയാരം മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജാണ്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മീറ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എങ്ങനെയാ മീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഒരു കസിൻ വഴിയാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, കസിൻ്റെ പേര് ഞാൻ പറയുന്നത്. കസിൻ വഴി ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, നമ്മൾ പറയില്ല, സ്റ്റോറി ഞങ്ങൾ പറയാം. പിന്നെ നെക്സ്റ്റ് ഒരു അൺനോൺ UG എന്ന് പറഞ്ഞിട്ട് അഗെയിൻ അൺനോൺ ആള് ചോദിച്ചിട്ടുള്ളത് വേർ ഡിഡ് യു ഗൈസ് മീറ്റ് എന്നാണ്. അപ്പോൾ നേരത്തെ സെയിം ക്വസ്റ്റ്യൻ കാലിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് അറിയില്ലല്ലോ, ഇവിടെ വന്നിട്ടുണ്ടല്ലോ കസിന്റെ വീട്ടില്. ഞാൻ ഇവിടെ കസിന്റെ നാട്ടിലാണ്, എൻ്റെ ഒരു കസിന്റെ നാട്ടിലാണ് ആള്. അപ്പം ഇവിടെ വന്നിട്ട് ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്, പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ വരുന്നത്. അപ്പം അങ്ങനെ കണ്ടിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷെ നമ്മൾ റെഡിക്ക് പ്ലാൻ ചെയ്ത് കണ്ടത് കോഴിക്കോട് വെച്ചിട്ടാണ്, ഫോക്കസ് മോളിൽ വെച്ചിട്ട്. എത്തി. അടുത്ത ആള് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാസ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ബോത്ത് ഓഫ് യു ടു കൺവിൻസ് യുവർ പാരന്റ്സ്? ഒട്ടുമില്ല. ഞങ്ങൾ പറയേണ്ട താമസം ഇത് എന്താണെന്നറിയില്ല, അതങ്ങനെ ഞങ്ങളെ നടന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആയിഷ ത്രിഫ ആണ്. ചേച്ചി എവിടെയാ പഠിച്ചത്, എന്താണ് പഠിച്ചത്, ജോബ് ചെയ്യുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നെക്സ്റ്റ് ജയമുരുകൻ. ഓക്കെ, ഏജ് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെത് 25, നിൻ്റെത്? ജൂലൈയിലാണ് ആളുടെ ബർത്ത്ഡേ. സോ ആവാൻ പോകുന്നേ ഉള്ളൂ 27, അല്ല 28 ആവാൻ പോകുന്നുള്ളൂ. 27 ആണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാൻ മാത്രം ഞങ്ങൾ ആരുമില്ല. എന്താ പറയുന്നത്, നമ്മൾ റിലേഷൻഷിപ്പില് ആവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അധികം എന്താ പറയാ, അതിൻ്റെ ഇടയിൽ ഒരു കോള് വന്നിട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ചോദിച്ച ടിപ്സ് ഒന്നും പറയാൻ ഞങ്ങൾ പറഞ്ഞല്ലോ, ടിപ്സ് പറയാൻ നമ്മൾ ആരുമില്ല. ഓക്കെ, അപ്പം എന്തായാലും ഒന്നുമില്ല, നമ്മൾ റിലേഷൻഷിപ്പിൽ ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സിൻസിയർ ആവും, അത്ര തന്നെ. എന്താ ഇതിൽ നമ്മൾ ഫുൾ ഡെഡിക്കേറ്റഡ് ആവും, അത്ര. നെക്സ്റ്റ് ഷിസ മെഹത്തബ് ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ഒന്നുമല്ലല്ലേ. ഓക്കെ, ചേട്ടൻ്റെ സ്ഥലം എവിടെയാണ്, അതുപോലെ നിങ്ങൾ എന്താണ് പഠിച്ചത് എന്നാണ്. ചേട്ടൻ്റെ സ്ഥലം വന്നിട്ട് താനൂരാണ്, മലപ്പുറം. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് അടുത്തത് ചോദിച്ചത് അന്ന മറിയ ആണ്. ഹൂ പ്രപ്പോസ്ഡ് ഫസ്റ്റ്,
ചേച്ചി ഓർ ചേട്ടൻ ആരാണ് ഇഷ്ടം ലവ് ഒക്കെ തോന്നി തുടങ്ങിയത്? ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത് ഞാൻ തന്നെ ആസ് യൂഷ്വൽ. As usual. ലവ് തോന്നി തുടങ്ങിയത് ഫസ്റ്റ് എനിക്ക് തന്നെ. ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത് ഇവൻ. ആൻഡ് സാറ ഡയറീസ് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് യുവർ ഏജ് ആൻഡ് പ്രൊഫഷൻ എന്ന്. നമ്മൾ നേരത്തെ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഒരാളുടെ പേര്. ഓക്കെ, ലവ് സ്റ്റോറി പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വീഡിയോ ചെയ്യാം. നെക്സ്റ്റ് അശ്വിനി ചോദിച്ചിട്ടുണ്ട് കറക്റ്റ്ലി പ്ലേസ്. പ്ലേസ് എവിടെയാണെന്നായിരിക്കും. ഞാൻ എൻ്റെ റെഡിക്കുള്ള സ്ഥലം തിക്കോടിയാണ്, കോഴിക്കോട്. താനൂര്, മലപ്പുറം. നെക്സ്റ്റ് ചോദിച്ചത് ഒരു സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ചേച്ചി മുന്നേ അബ്രോഡ് ആയിരുന്നു എന്ന്. യെസ്, ഞാൻ അബ്രോഡ് ആയിരുന്നു. 8th സ്റ്റാൻഡേർഡ് വരെ ബഹ്റിനിലായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചത് പ്രമീള ശശിക്കും, അത് പറഞ്ഞിട്ടുണ്ട്. ചിത്ര മുരളി ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഏട്ടനും എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്, രണ്ടുപേരുടെയും ജോലി എന്താണെന്നാണ്. ഇപ്പം ഞങ്ങള് ഏജ് ഡിഫറൻസ് 3 വയസ്സാണ്. പിന്നെ രണ്ടുപേരുടെ ജോലി നമ്മൾ നേരത്തെ പറഞ്ഞു. ചേച്ചി നെക്സ്റ്റ് ആര്യ നന്ദ അച്ചു ആണ്. ചേച്ചീന്റെ പ്ലേസ് എവിടെ, ചേട്ടന്റെ പ്ലേസ് എവിടെ? ശ്രീലക്ഷ്മി നായർ ചോദിച്ചിട്ടുണ്ട് താനൂർ എവിടെയാ കറക്റ്റ് പ്ലേസ് ചേച്ചി? കാട്ടിലങ്ങാടിയാണ് കറക്റ്റ് പ്ലേസ് വരുന്നത്. അടുത്തത് ഭദ്ര MS ചോദിച്ചിട്ടുണ്ട് ഹൗ ആർ യു ബോത്ത്? നമ്മൾ ഹാപ്പി ആയിരിക്കുന്നു. നെക്സ്റ്റ് ഓക്കെ, ഐശ്വര്യ ശിവൻ ഓക്കെ, അൺനോൺ UG ചോദിച്ചിട്ടുണ്ട് ഏജ് ആൻഡ് പ്രൊഫഷൻ ഓഫ് യു ബോത്ത് ആണ് ചോദിച്ചിട്ടുള്ളത്, അത് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഗായത്രി M ചോദിച്ചിട്ടുണ്ട് യൂട്യൂബ് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാൻ എന്തായിരുന്നു റീസൺ? പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. യൂട്യൂബ് എല്ലാവരും ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന കാണുമ്പം എനിക്ക് ചെയ്യാൻ തോന്നി. അപ്പം നമ്മളിപ്പോൾ എന്തായാലും ജോബ് ചെയ്യുന്നതിന് മുന്നേ ഫ്രീ ടൈം ആണല്ലോ, ഇപ്പം വീട്ടിലിരിക്കുകയാണ്, അപ്പം ചെയ്യാന്നുള്ള ഇതിൽ ചെയ്താണ്. നെക്സ്റ്റ് പിന്നെന്താ അടുത്തത് അമൽ B ചോദിച്ചിട്ടുണ്ട് ലവ് മാരേജ് ഓർ അറേഞ്ച് മാരേജ്? ലവ് മാരേജ് ആണ്. ആൻഡ് ജെനീറ്റ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ഓക്കെ, നെക്സ്റ്റ് യൂസർ OT ചോദിച്ചിട്ടുണ്ട് ചേച്ചി എന്താ പഠിച്ചത് എന്ന്. നമ്മൾ നേരത്തെ ആൻസർ ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് മീ പുഡിങ് ചോദിച്ചിട്ടുണ്ട് ബ്രോ ഫുൾ ടൈം സൈലന്റ് ആണല്ലോ ചോദിച്ചിട്ടുണ്ട്. അല്ല, വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം കുറച്ച് സൈലന്റ് ആയി പോകുന്നത്, അല്ലാണ്ട് ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അടുത്തത് ലാമിയ നേഴ്സ് ചോദിച്ചിട്ടുണ്ട് പ്ലേസ് എവിടെയാണ്, നമ്മൾ ആൻസർ ചെയ്തതാണ്. അടുത്തത് മൃദുല ചോദിച്ചിട്ടുണ്ട് ഏജ് 25-27. നെക്സ്റ്റ് മജിഷ രാജേഷ് ചോദിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ. എല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ചോദിച്ചത് ഐശ്വര്യ ശിവനാണ് ചേച്ചിയുടെ ലവ് സ്റ്റോറി പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കുട്ടി. അപ്പോൾ ചേച്ചിയുടെ ലവ് സ്റ്റോറി പറയാമോ ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എങ്ങനെ ആണ് രണ്ടുപേരും മീറ്റ് ചെയ്തത്? ചേട്ടൻ്റെ പേര് ഓക്കെ നമ്മളത് പറഞ്ഞതാണ്, രാഹുലാണ്. കോഴിക്കോട് വെച്ചിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്തത്. ചേച്ചി ലാബ് ടെക്നീഷ്യനായി എവിടെയോ വർക്ക് ചെയ്തത്? ഹോസ്പിറ്റലിലായിരുന്നോ? ഞാൻ ലാബുകളിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായത്, ഹോസ്പിറ്റലല്ല. നെക്സ്റ്റ് പുറത്തേക്ക് ജോബ് നോക്കുന്നുണ്ടോ? നമ്മൾ ഇപ്പല്ല, ഇച്ചിരി കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് നോക്കുന്നുണ്ട്. ഇനി വർക്ക് ചെയ്യുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് വർക്ക് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അതും നമ്മൾ ആൻസർ ചെയ്ത അച്ഛനമ്മയുള്ളൂ. എല്ലാം നമ്മൾ പറഞ്ഞത് തന്നെ കേട്ടോ. തിക്കോടി. പിന്നെ ചേട്ടനെ കുറിച്ച് പറയാമോ? എന്താ പറയണ്ടേ ചേട്ടനെ കുറിച്ച്? എന്താ ഞാൻ പറയണ്ടേ? പോസിറ്റീവ് പറയുകയാണെങ്കിൽ ആള് ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരുമൊന്നുമില്ല. ഭയങ്കര എന്താ പറയാ, നമ്മള് നല്ല ക്ഷമയുള്ള ഒരാളാണ്. പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമുക്കിങ്ങനെ ഒരു ഹസ്ബൻഡ് വൈഫ് ആ ഒരു റിലേഷൻഷിപ്പ് ആണ്. അതിലും കൂടുതൽ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സിനെ പോലെയാണ് ഇപ്പം നടക്കുക. നമുക്ക് ആ ഒരു ഭയങ്കര ഒരു ഇതുണ്ടാവില്ല, ഗ്യാപ്പ് ഉണ്ടാവില്ല. അതൊക്കെയാണ്. ഓക്കെ,
നെക്സ്റ്റ് ഹസ്ബൻഡ് ഫാമിലി ഒക്കെ ഫുൾ സപ്പോർട്ടീവ് ആണോ ചോദിച്ചിട്ടുണ്ട്. ഓഫ്കോഴ്സ് നല്ല സപ്പോർട്ടീവാണ്, നല്ല ഫാമിലിയാണ്. എന്താ യൂട്യൂബ് ആണെങ്കിലും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ. ചേട്ടൻ നല്ല കെയറിങ് ആൻഡ് ലവബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണോ? അങ്ങനെയാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് മൊത്തം ചോദിച്ചത് ഐശ്വര്യ ശിവനാണ് കേട്ടോ. നല്ല നല്ല ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്താ, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, കുറച്ച് ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മളതൊക്കെ ഇവിടെ എന്താ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു Q&A ചെയ്യാം. അപ്പോൾ അതിൽ ഇനി എന്തെങ്കിലും അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ ലവ് സ്റ്റോറിയിൽ വേറെ വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എന്താ മെസ്സേജ് ചെയ്തിട്ടോ നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇപ്പം വളരെ ചെറിയ വീഡിയോ ആണിത്, കാരണം എന്താ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.